ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഗർഭിണിയായ ആദിവാസി യുവതിക്ക് സ്കാനിംഗ് നിഷേധിച്ചുവെന്ന പരാതി വരികയാണ്. ഇടുക്കി പാറയമാവ് കൊലുമ്പൻ കോളനി നിവാസിയായ അപർണ ബിനുവിനാണ് അവഗണന നേരിടേണ്ടി വന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചയും അലംഭാവവും പുതിയ സംഭവമല്ല. ഒടുവിൽ ഗർഭിണിയായ ആദിവാസി യുവതിക്ക് സ്കാനിംഗ് നിഷേധിച്ചു എന്നാണ് പരാതി. തുടർച്ചയായി 3 തവണ അവഗണന നേരിട്ടതോടെ കൊലുമ്പൻ കോളനിയിലെ അപർണയ്ക്കും അമ്മ സൗമ്യയ്ക്കും പ്രതിഷേധിക്കേണ്ടി വന്നു. ആദ്യത്തെ ചീട്ട് എന്റെയാണ്. ഇതുവരെ അവർ സ്കാനിങ് എടുക്കാനായിട്ട് വിളിച്ചിട്ടില്ല. ഇവരിൽ നിന്ന് എനിക്കറിയാം ക്ഷീണമുണ്ട്, തളർച്ച. ഇത് 5-ാം മാസത്തെ സ്കാനിങ്ങാണ്. അത് മനസ്സിലാക്കാനുള്ള ശേഷി പോലും ഇവർക്കില്ല. അവർക്ക് അത് ചെയ്തു കൊടുക്കാനോ ഒന്നിനും അവർക്കുള്ള ഫെസിലിറ്റീസ് ഇല്ലാന്ന് പറഞ്ഞാൽ ഇവർ ഇവിടുന്ന് ഓടിക്കുക. വേറെ ഏതെങ്കിലും സ്കാൻ സെന്ററിൽ ഇപ്പോൾ ചെയ്തിട്ട് വന്നു. ഇവിടുന്ന് എഴുതി തരുന്ന പോലും അവർക്ക് ചെയ്യാനുള്ള നിവൃത്തി ഇവർക്കില്ല. ഇത് ചെയ്യുന്നില്ല, ചെയ്തു തരില്ല. ഇവിടെ ഉണ്ടേ പോലും അവർ ചെയ്തു തരില്ല. ദിവസവേതന അടിസ്ഥാനത്തിലുള്ള തൊഴിലാളികളാണ് സ്കാനിംഗ് സെന്ററിൽ ജോലി ചെയ്യുന്നത്. ഇവർ സ്വകാര്യ ലാബുകളെ സഹായിക്കാൻ ശ്രമിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. പുറത്തേക്ക് ഇപ്പോൾ എഴുതി കൊടുക്കുകയാണ്. പുറത്ത് പോയി പ്രൈവറ്റ് സ്കാനിംഗ് സെന്ററിലാണ് ഇപ്പം സ്കാനിങ് നടക്കുന്നതൊക്കെ. അടിയന്തരമായിട്ട് മാറണം. ഇവിടുത്തെ രോഗികൾക്കും ഇവിടുത്തെ കുടിയേറ്റ കർഷകർക്കും എല്ലാം, ഇവിടുത്തെ ആദിവാസി സ്ത്രീകൾക്കും ആദിവാസികൾക്കും എല്ലാം, നാട്ടുകാർക്കും എല്ലാം ഗുണകരമാകുന്ന രീതിയിൽ സ്കാനിംഗ് സംവിധാനത്തിന് ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇതിനു മുമ്പ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ അനാസ്ഥയ്ക്കെതിരെ പരാതി ഉയർന്നിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 1.5 വയസ്സുകാരന്റെ ഡെങ്കു പരിശോധനാ ഫലം നൽകാത്തതിനെതിരെയാണ് പരാതി ഉയർന്നത്. ഇതിൽ ജില്ലാ കളക്ടർ ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം തേടിയിരുന്നു. ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതല്ലാതെ യാതൊരു തുടർ നടപടിയും ഉണ്ടായില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.